ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഫെബ്രുവരി 1 ഫിനാൻസ് മിനിസ്റ്റർ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ അത് ചെറുതല്ലാത്ത ഒരു സ്വാധീനം ചെലുത്താറുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ബജറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ പ്രതിഫലിക്കുക. ഒന്ന് ബഡ്ജറ്റിന് മുമ്പുള്ള ഒരാഴ്ചയാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ നാളെ മുതൽ കടക്കുന്നത്. മറ്റൊന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ആ ദിവസവും വളരെയധികം വളറ്റിലിറ്റി നിറഞ്ഞ ദിവസമാണ്. മൂന്നാമത്തേത് ബജറ്റിന് ശേഷമുള്ള ഒരാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി ഈ ബജറ്റിന് മുമ്പുള്ള മാസങ്ങളിൽ പൊതുവെ ഒരു കൺസോളിഡേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഡിക്ലൈൻ സ്റ്റേജിലാണ് പൊതുവെ കാണാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ 15 വർഷത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ബജറ്റിന് മുമ്പുള്ള സെഷനുകളിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നിഫ്റ്റി 50 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആവറേജ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 0.52% മൈനസ് ആണ്. 8ഓളം സന്ദർഭങ്ങളിൽ പോസിറ്റീവ് റിട്ടേൺ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ മൈനസ് റിട്ടേൺ ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ മാർക്കറ്റ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അൺസർട്ടനിറ്റി. മാർക്കറ്റ് ബുൾ ഫേസ് ഇഷ്ടപ്പെടാറുണ്ട്, ഈവൻ ബിയർ ഫേസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്നാൽ അൺസർട്ടനിറ്റി എന്നുള്ള ആ ഒരു എന്ത് സംഭവിക്കുന്നതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത ഒരവസ്ഥ ഒരിക്കലും മാർക്കറ്റ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ബജറ്റ് എന്ന് പറയുന്ന മേജറായിട്ടുള്ള പോളിസികളൊക്കെ അനൗൺസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഇവൻ്റാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും പല വിധത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരും. ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട റൂൾസ്, മറ്റ് ടാക്സ് ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള പോളിസി ചേഞ്ച് വരികയാണെങ്കിൽ അപ്പോൾ അത്തരം റിസ്കുകൾ എന്തിനെടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പൊസിഷൻസ് ഒന്നും ബജറ്റിന് മുമ്പേ പല ഇൻവെസ്റ്റേഴ്സും എടുക്കാറില്ല. അപ്പോൾ ഇതാണ് പൊതുവെ ഈ ബജറ്റിന് മുമ്പേ ഉള്ള ആ ഒരു ഒരാഴ്ച മാർക്കറ്റ് ഡൗൺ ആകാനുള്ള കാരണം. അപ്പോൾ അതുകൂടാതെ നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷൻ ഇപ്പോൾ 2026 നമ്മൾ നോക്കുമ്പോൾ പല വിധത്തിലുള്ള മാക്രോ എക്കണോമിക് ഹെഡ്വിങ്സും അതൊക്കെ നമ്മുടെ മാർക്കറ്റിനെതിരാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള FII സെല്ലിങ്, അതുപോലെ കറൻസി നേരിടുന്ന അതിശക്തമായ ഡിവാല്യൂഷൻ പ്രഷർ, അതുപോലെ ഗ്ലോബലായിട്ട് US ട്രേഡ് പോളിസികൾ ഉണ്ടാക്കിയിട്ടുള്ള അനിശ്ചിതത്വം, അത് കാരണം ഗോൾഡിലേക്കും സിൽവറിലേക്കും അതുപോലെയുള്ള സേഫ് ഹെവണിലേക്കൊക്കെ ആളുകൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരവസ്ഥ, ഇത്തരത്തിൽ വളരെയധികം നെഗറ്റിവിറ്റി നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിസ്റ്റോറിക്കലി പൊതുവെ നെഗറ്റീവായിട്ടാണ് കാണുക എന്നുള്ളതും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ അത് കൂടുതൽ നെഗറ്റീവ് ആവാനാണ് സാധ്യത. എങ്കിലും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ചില പൊസിഷൻസ് പലപ്പോഴും ബജറ്റിന് മുമ്പേ ആളുകൾ എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ കാപ്പെക്സ് അതിൻ്റെ ഒരു ഹോപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇത്തരം പൊസിഷൻസ് എടുക്കാറുള്ളത്. ഇപ്പോൾ റെയിൽവേ സ്റ്റോക്കുകളിൽ, ഡിഫൻസ് സ്റ്റോക്കുകളിൽ, റൂറൽ ആൻഡ് അഗ്രികൾച്ചർ മേഖലയിലൊക്കെ ഈ രീതിയിൽ ആളുകൾ ബജറ്റിന് മുമ്പ് പൊസിഷൻ എടുക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക സെക്ടറുകളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചില റാലികൾ കാണാമെങ്കിലും ഓവറോൾ മാർക്കറ്റിൽ പൊതുവെ നെഗറ്റീവ് റിട്ടേൺ ആണ് ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ കാണാൻ കഴിയുക. ഇനി ബജറ്റിന് ശേഷമുള്ള ഒരാഴ്ച അത് വളരെ പോസിറ്റീവായിട്ടാണ് പൊതുവെ ഹിസ്റ്റോറിക്കലി കാണാറുള്ളത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഏകദേശം 1.36% ആവറേജ് റിട്ടേൺ നിഫ്റ്റി ബജറ്റിന് ശേഷം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘട്ടം നമ്മൾ നോക്കേണ്ടത് ബജറ്റിൻ്റെ ആ ദിവസമാണ്. ആ ഒരു ഇൻട്രാഡേയിൽ ഉണ്ടാകുന്ന ഷാർപ്പ് സ്വിങ്സ്, അതുപോലെ അത് ഉണ്ടാക്കുന്ന റാലി, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഈ ബജറ്റ് ഡേയിൽ ഫെബ്രുവരി 1 2.65% ആവറേജ് പോസിറ്റീവ് റിട്ടേൺ ആണ് നിഫ്റ്റി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബജറ്റിൻ്റെ മുമ്പിലുള്ള ആഴ്ചകളിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഒരു റാലി കാണാൻ കഴിയില്ലെങ്കിലും ബജറ്റിൻ്റെ അന്നും ബജറ്റിന് ശേഷവും പൊതുവെ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചതെന്ന് ഹിസ്റ്റോറിക്കലി ഡാറ്റകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. വരാൻ പോകുന്ന ബജറ്റുമായി ബന്ധപ്പെട്ടിട്ട് പല എക്കണോമിസ്റ്റുകളും അനലിസ്റ്റുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നത് വലിയ തോതിലുള്ള പോപ്പുലർ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റുകളുടെ സാധ്യത വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു ഇലക്ഷൻ്റെ ഫ്രണ്ടിലല്ല നിൽക്കുന്നത്. മറ്റൊന്ന് ഓൾറെഡി GST റേറ്റ് കട്ടുകളും ഇൻകം ടാക്സ് റെജീമിലുണ്ടായിട്ടുള്ള ചേഞ്ചസും ഒക്കെ മാർക്കറ്റിൽ ആളുകളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ലോവർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ അതും മാർക്കറ്റിൽ അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സ് കട്ടുകളോ മറ്റ് പോപ്പുലർ ആയിട്ടുള്ള ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവിടെ ഗവൺമെൻറ് പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകം ഇപ്പോൾ FIIസിൻ്റെ ശക്തമായ ഔട്ട്ഫ്ലോ ആണ് നമ്മുടെ മാർക്കറ്റിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ ഇതിന് തടയിടാൻ വേണ്ടിയിട്ട് FIIസിനെ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിധത്തിലുള്ള പോപ്പുലറായിട്ട് അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ അത് പൊതുവെ മാർക്കറ്റിൽ ഇടപെടുന്നവർക്കും ഗുണകരമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള
സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സുകൾ കുറക്കുകയോ അതല്ലെങ്കിൽ ഈ ടാക്സ് സ്ട്രക്ചർ സിംപ്ലിഫൈ ചെയ്യുകയോ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള നീക്കം നടത്തുകയോ അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസിൽ ഏതെങ്കിലും വിധത്തിലുള്ള റിലാക്സേഷൻ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഫോറിൻ ഇൻഫ്ലോ ഉണ്ടാക്കാൻ ഒരുപക്ഷെ സഹായിച്ചേക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും തീരുമാനങ്ങൾ നമുക്ക് ഒരുപക്ഷെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ബജറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കായിരിക്കും. ഇപ്പോൾ ഏറ്റവും അധികം സെക്ടറൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന ചില സെക്ടറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപിറ്റൽ ഗുഡ്സ്, സിമൻറ്റ്, റെയിൽവേ, ഡിഫൻസ് ഇത്തരം മേഖലയിൽ ശക്തമായ സ്പെൻഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ മേഖലയിൽ സ്പെൻഡിങ് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും വലിയ ബെനിഫിഷ്യറീസ് ആകാൻ പോകുന്നത് ലാർസൻ ആൻഡ് ടൂബ്രോ, സിമെൻറ്റ്സ് ഇന്ത്യ, ABB ഇന്ത്യ, കമിൻസ് ഇന്ത്യ, അൾട്രാടെക് സിമെൻറ്റ്, അംബുജ, ശ്രീ സിമെൻറ്റ് പോലെ വലിയ സ്റ്റോക്കുകളിൽ, അതേപോലെ തന്നെ റെയിൽവേ സെഗ്മെൻറ്റിലുള്ള പല പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ ഇപ്പോൾ RVNL, IRFC, IRCTC പോലെയുള്ള സ്റ്റോക്കുകളിലും, അതുപോലെ ഡിഫൻസ് മേഖലയിലുള്ള BEL, HAL, ഷിപ്പിംഗ് മേഖലയിലുള്ള സ്റ്റോക്കുകൾ, ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. എന്നാൽ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് കരുതി നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഈ ഒരു മേഖലയിലൊക്കെ വാല്യുവേഷൻ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളെ പരതുകയാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നമുക്ക് കാണാവുന്ന ഒരു സ്റ്റോക്കാണ് NCC ലിമിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ PE റേഷ്യോ 18 മുതൽ 20 എന്നുള്ള മൾട്ടിപ്പിളിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആ ഒരു ഓർഡർ ബുക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു PE ആണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ബിൽഡിങ്, വാട്ടർ, എൻവയറൻമെൻറ്റ്, അതുപോലെ ജൽ ജീവൻ മിഷൻ, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഈ മേഖലയിലൊക്കെയുള്ള ഓർഡർ ഇൻഫ്ലോ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഗുണകരമായിരിക്കും. അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽ നമ്മൾ കാണുന്ന കൽപ്പതരു പ്രൊജക്ട് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സ്റ്റോക്ക് ഇതേപോലെ നമുക്ക് വാല്യുവേഷൻ കംഫർട്ടബിളായി നിൽക്കുന്ന ഒരു സ്റ്റോക്കായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഈ മേഖലയിലുള്ള സീമെൻസ് അല്ലെങ്കിൽ ABB ഒക്കെ അതിൻ്റെ PE റേഷ്യോ 60 മുകളിൽ നിൽക്കുന്ന സമയത്ത് ഈ കൽപ്പതരുയുടെ PE നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ലെവലിലാണെന്ന് കാണാൻ കഴിയും. ഇവരുടെ മാസീവ് ആയിട്ടുള്ള ഗ്ലോബൽ ഓർഡർ ബുക്ക് ഏകദേശം 60,000 കോടിക്ക് മുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ബജറ്റിൽ തീർച്ചയായിട്ടും ഗ്രീൻ എനർജി കോറിഡോറിലും പവർ ട്രാൻസ്മിഷൻ മേഖലയിലും കൂടുതലായിട്ട് അലോക്കേഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി ബെനിഫിഷ്യറി ആയിട്ട് ഈ സ്റ്റോക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി സിമെൻറ്റ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ JK ലക്ഷ്മി സിമെൻറ്റ് ഇതേപോലെ വാല്യുവേഷൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് കാണാൻ കഴിയും. അപ്പോൾ മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അൾട്രാടെക്, ശ്രീ സിമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ EV EBITDA ആയാലും PE ആയാലും ഹിസ്റ്റോറിക്കലി ഈ ബിഗ് പ്ലെയേഴ്സിനേക്കാൾ വളരെ താഴെയാണെന്ന് കാണാം. പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അലോക്കേഷൻ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സിമെൻറ്റ് കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും അത്. ഇനി റെയിൽവേ സെഗ്മെൻറ്റിലേക്ക് വന്നാൽ നമുക്ക് ധാരാളം സ്റ്റോക്കുകൾ അതിൻ്റെ വാല്യുവേഷൻ താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഹൈ എക്സിക്യൂഷൻ കാപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനി എന്നുള്ള നിലക്ക് ഇതിൻ്റെ സ്റ്റോക്ക് വാല്യുവേഷൻ നമ്മളിപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റ് പിയർ പ്ലെയേഴ്സുമായിട്ട് നോക്കുമ്പോൾ വളരെ ആകർഷകമാണ്. അപ്പോൾ ട്രാക്ക് ഡബിളിംഗ് ആയാലും അതുപോലെ ഗവൺമെൻറ് നേടുന്ന ഇൻ്റർനാഷണൽ റെയിൽ പ്രൊജക്റ്റുകളായാലും അവിടെയൊക്കെ അലോക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഇർക്കോൺ പോലെയുള്ള സ്റ്റോക്കുകൾക്ക് വളരെ പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതേപോലെ ബജറ്റിൽ കോൺസെൻട്രേഷൻ വരാൻ സാധ്യതയുള്ള പല മേഖലയും നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റ്. അപ്പോൾ ബജറ്റിൽ ഇൻഫ്രാ കാപ്പെക്സ് കണ്ടിന്യൂറ്റി തുടരുമ്പോൾ ബാങ്കുകളിലൂടെയാണ് അത്തരം ഫണ്ടുകൾ തീർച്ചയായിട്ടും കമ്പനികളിലേക്ക് ഒഴുകുക. എക്കണോമിയുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽസും ഈ ബജറ്റിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ്. അതുപോലെ നമുക്കറിയാം ബാങ്ക് മേജറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വാർത്തകൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ വലിയ ബാങ്കുകളായിട്ടുള്ള SBI, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളും അതുപോലെ ഇരേഡ, IRFC പോലെയുള്ള സ്റ്റോക്കുകളും പ്രൈവറ്റ് സെഗ്മെൻറ്റിലുള്ള HDFC, ICICI, ആക്സിസ്, കൊടാക് പോലെയുള്ള ബാങ്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമായതിനാൽ എക്സ്പോർട്ട് ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഈ ബജറ്റിൽ ഉണ്ടാവും. അവിടെ PLI സ്കീമുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം എക്സ്പോർട്ടേഴ്സിനും മാനുഫാക്ചേഴ്സിനും ഗുണകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ ഡിക്സൺ ടെക്നോളജീസ്, ഭാരത് ഫോർജ്, ടാറ്റ മോട്ടോഴ്സ് അതുപോലെ ധാരാളമായിട്ടുള്ള ഓട്ടോ ആക്സിലറി കമ്പനികളൊക്കെ ഈ രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെയാണ് AI വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ പിറകിലാണ്. തീർച്ചയായിട്ടും ബജറ്റിൽ അത്തരത്തിലുള്ള ഒരു കൺസേൺ തീർച്ചയായിട്ടും ഉണ്ടാവും. പല IT കമ്പനികളും അതിൻ്റെ ബെനിഫിറ്റ് നേടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് പോലെയുള്ള വലിയ കമ്പനികൾ കൂടാതെ മിഡ് സ്മോൾ സൈസ് സെഗ്മെൻറ്റിലുള്ള IT കമ്പനികൾക്കും അത് ഗുണകരമായി മാറിയേക്കും. അതുപോലെ EV റിന്യൂവബിൾ മേഖലയും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സെക്ടറാണ്. അദാനി ഗ്രീൻ, ടാറ്റ പവർ, NTPC, പവർ ഗ്രിഡ്, NHPC, സുസ്ലോൺ അതുപോലെ ബാറ്ററി ഇക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന മേജർ പ്ലെയേഴ്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്റ്റോക്കുകളായിരിക്കും.
അതുപോലെയാണ് ലോജിസ്റ്റിക് ആൻഡ് ഏവിയേഷൻ മേഖല. ഇപ്പോൾ നമ്മുടെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അത് കൂടുതലായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഗുണകരമാകും. എയർപോർട്ട് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, ITC ഹോട്ടൽസ്, ഇൻഡിഗോ, IRCTC പോലെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതായാലും ഇവിടെ ബജറ്റിന് മുമ്പേ ഇത്തരത്തിലുള്ള പല സ്റ്റോക്കുകളിലും നമ്മളൊരു റിസ്കി പൊസിഷൻ എടുക്കുന്നതിന് പകരം ബജറ്റിന് ശേഷം അല്ലെങ്കിൽ ബജറ്റിൻ്റെ ആ ഡേയിൽ കാണുന്ന പോളിസി ചേഞ്ചസും അതുപോലെ പുതിയ പുതിയ അലോക്കേഷൻസുമായി കൂടുതൽ അനാലിസിസ് നടത്തിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷനായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ ഉള്ളത് ഒരു അൺസർട്ടനിറ്റി സ്റ്റേജാണ്. ഇവിടെ ആൻറ്റിസിപ്പേഷനും സ്പെക്കുലേഷൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ ഒരിക്കലും ഭയങ്കര റെക്കമെൻഡേഷനില്ല. നിങ്ങൾ കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തുക. Thanks for watching. See you next time with another video.